ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ എങ്ങനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നൈസ് ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും ആദ്യം നമ്മുടെ കോസ്റ്റ് മോഡലിലാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് മുതൽക്ക് കോസ്റ്റ് മോഡലോ അല്ലെങ്കിൽ റിവാലുവേഷൻ മോഡലോ ഉപയോഗിക്കാം. അപ്പൊ ഈ കോസ്റ്റ് എന്ന് വെച്ചാൽ അല്ല എന്തൊക്കെ പെടുക, ഒരു നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഇൻടാഞ്ചിബിൾ വിചാരിക്കുക, ഒരു ഇൻടാഞ്ചിബിൾ വാങ്ങിക്കുകയാണ് വിചാരിക്കുക, ഇന്റേണലി ജനറേറ്റഡ് അല്ല, വാങ്ങിക്കുകയാണ് വിചാരിക്കുക. അതിനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്നതിൽ പെടുക, പർച്ചേസ് പ്രൈസ് പെടും, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ്, ഇതെല്ലാം പെടും. പക്ഷെ നിങ്ങൾക്ക് ട്രേഡ് ഡിസ്കൗണ്ട് റിബേറ്റ് മൈനസ് ചെയ്യാം. ഏതായാലും ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഓഫ് പ്രിപ്പയറിംഗ് ദി അസറ്റ് അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ട്രേഡ് ഡിസ്കൗണ്ട് റിബേറ്റ് മൈനസ് ചെയ്യാം കേട്ടോ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ സ്റ്റാൻഡേർഡിൽ കാണിച്ച മറ്റൊരു കാര്യം, ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനെ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അക്കൗണ്ടിങ് അല്ല, ഇൻഡയസ് 3 ബിസിനസ് കോമ്പിനേഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ. ഈ സ്റ്റാൻഡേർഡ് വെച്ച് ചെയ്യാൻ പാടില്ല. അവിടെ ഇൻഡയസ് 3 ബിസിനസ് കോമ്പിനേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ, അത് ഒരിക്കലും അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വില്ല് ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ഈ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങള്? ഇറ്റ് ഈസ് സംടൈം ഡിഫിക്കൽട്ട്. ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് നേരത്തെ പഠിച്ച ആ ഒരു റെക്കഗ്നേഷൻ ക്രൈറ്റീരിയയില്ലേ, അത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഐഡന്റിഫൈങ് വെദർ ആൻഡ് വെൻ there is an identifiable asset that will generate. അപ്പൊ എപ്പോഴാണ്, അതുപോലെ തന്നെ ഏത് സമയത്താണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് കൊണ്ട് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക, അത് ഏത് സമയത്താണ് ഐഡന്റിഫയബിൾ ആവുക എന്നെല്ലാം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ അതിന്റെ കോസ്റ്റ് വളരെ വിശ്വാസയോഗ്യമായി കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇൻഡയസിന്റെ അക്കൗണ്ട് സ്റ്റാൻഡേർഡിൽ പാരഗ്രാഫ് നമ്പർ 52 മുതൽക്ക് 67 വരെ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട. അപ്പൊ നമുക്കിനി നോക്കാനുള്ള അതാണ് ആ പാരഗ്രാഫ് നമ്പർ 52 മുതൽക്ക് 67 വരെ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എങ്ങനെ അക്കൗണ്ട് ചെയ്യും. അപ്പോ ആദ്യമായിട്ട് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി 2 സ്റ്റേജ് ആയിട്ട് മാറ്റണം നമ്മൾ. ഒന്ന് റിസർച്ച് സ്റ്റേജ്, ഒന്ന് ഡെവലപ്മെന്റ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് റിസർച്ച് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് ഡെവലപ്മെന്റ് സ്റ്റേജ്. അപ്പൊ റിസർച്ച് എന്താണ്, ഡെവലപ്മെന്റ് എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന് ഈ സ്റ്റാൻഡേർഡിൽ കേട്ടോ. ഒരു എൻറ്റിറ്റിക്ക് റിസർച്ച് സ്റ്റേജ് എന്താ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്താ എന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ റിസർച്ച് സ്റ്റേജ് ആയിട്ട് കണക്കാക്കുക. ആ സ്റ്റേജിൽ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പാടില്ല. ആ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാവും. അപ്പൊ റിസർച്ച് സ്റ്റേജ് എന്ന് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവുന്നില്ല. റിസർച്ച് സ്റ്റേജ് ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ, ആ എക്സ്പെൻഡിച്ചർ ചെലവായെങ്കിൽ ആ ചെലവാകുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കാണിക്കും. അപ്പൊ സംശയം ഉണ്ടാവും, റിസർച്ച് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്? ഒരു പുതിയ നോളജ് നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ദ സെർച്ച് ഫോർ ഇവാലുവേഷൻ ആൻഡ് ഫൈനൽ സെലക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ റിസർച്ച് ഫൈൻഡിങ്സ് അതർ നോളജ്, അതുപോലെ തന്നെ മെറ്റീരിയൽസിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, ഡിവൈസസ്, പ്രൊഡക്റ്റോ, പ്രോസസ്സോ, സിസ്റ്റംസോ, സർവീസോ, അതിനൊക്കെ ഓൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ സ്റ്റേജാണ് റിസർച്ച് സ്റ്റേജ്. അതുപോലെ തന്നെ ഈ ഫോർമുലേഷൻ, ഡിസൈൻ, ഇവാലുവേഷൻ ആൻഡ് ഫൈനൽ സെലക്ഷൻ പോസിബിൾ ഓൾട്ടർനേറ്റീവ്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ്സിന്റെ ഡിസൈൻ, അതിന്റെ ഇവാലുവേഷൻ, അതിന്റെ സെലക്ഷൻ, അതൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ആക്ടിവിറ്റീസ് റിസർച്ച് ആക്ടിവിറ്റി. എന്തിനു വേണ്ടി ഓൾട്ടർനേറ്റീവ്? പുതിയ ന്യൂ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് മെറ്റീരിയലോ, ഡിവൈസോ, പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രോസസ്സോ, സിസ്റ്റമോ, സർവീസസോ ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഡിസൈൻ ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ നിങ്ങൾ ശ്രമിച്ചാൽ അത് റിസർച്ച് ആക്ടിവിറ്റി ആണ്, അത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആവില്ല. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത് എപ്പോഴാണ് ഡെവലപ്മെന്റ് ആവുക, ഏതുവരെയാണ് റിസർച്ച്, ഏതുവരെയാണ് ഡെവലപ്മെന്റ്. അപ്പോൾ ഞാൻ അവിടെ ഈ PPT-യിൽ ചില കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സ്ഥാപനത്തിന് പറ്റിയാലാണ് ആ സ്ഥാപനം ഡെവലപ്മെന്റ് സ്റ്റേജ് നമുക്ക് വിളിക്കാൻ പറ്റും. എന്തൊക്കെ? ഒന്നാമത്തെ കാര്യം, അത് ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാക്കാൻ പറ്റും, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നോളജ് വെച്ചിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാക്കാൻ പറ്റും, എന്നിട്ട് അത് ഉണ്ടാക്കിയ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉപയോഗിക്കാനോ വിൽക്കാനോ പറ്റും എന്ന് സ്ഥാപനത്തിന് തെളിയിക്കാൻ പറ്റണം. സ്ഥാപനത്തിന് ലക്ഷ്യം ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കലോ അല്ലെങ്കിൽ വിൽക്കലാണോ എന്ന് തെളിയിക്കാൻ പറ്റണം. അത് വിൽക്കാനോ ഉപയോഗിക്കാനുള്ള ഒരു എബിലിറ്റി സ്ഥാപനത്തിന് ഉണ്ടാവണം. ഇതൊക്കെ തെളിയിക്കേണ്ട സ്ഥാപനം. അതുപോലെ തന്നെ അതുകൊണ്ടൊരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് തെളിയിക്കണം. അതുപോലെ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, അതർ റിസോഴ്സ് ഉണ്ട്, ആ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, അതർ റിസോഴ്സ് ഉണ്ട് എന്ന് സ്ഥാപനം തെളിയിക്കണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ വിശ്വാസയോഗ്യതയോടെ മെഷർ ചെയ്യാൻ സ്ഥാപനത്തിന് പറ്റണം. ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിലുള്ള സ്റ്റേജ് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാക്കാനും ഈ സ്റ്റാൻഡേർഡ് വകവെച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥാപനത്തിന് ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റില് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിങ്ങിൽ അസറ്റ് ആയിട്ട് കാണിക്കാനും പറ്റും. ഇനി ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ എന്നാണോ മീറ്റ് ചെയ്യുന്ന അന്ന് മുതലൊക്കെയുള്ള മൊത്തം എക്സ്പെൻഡിച്ചർ കൂട്ടിയിട്ടാണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ സംശയം ഉണ്ടാവും, ഇത് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക? പഠിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം, കോസ്റ്റ് റിലയബിൾ ആയി മെഷർ ചെയ്യണം. ഇത് കൂടാതെ മറ്റു കാര്യം കൂടിയുണ്ട്. ഇത് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേണം, എക്സ്റ്റേണലി അക്വേർഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേണം. അത് കൂടാതെ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ നേരത്തെ പഠിച്ചു, അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് സ്ഥാപനത്തിന് കാണിക്കാൻ പറ്റണം. അപ്പൊ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് കാണിക്കണം വെച്ചാൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, നേരത്തെ കണ്ടു, ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് സ്ഥാപനത്തിന് കാണിക്കാൻ പറ്റണം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ കണ്ടത്? ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ ബാലൻസ് ഷീറ്റിലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം അത് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് കാണിക്കണം. രണ്ടാമത്തെ കാര്യം അതിന്റെ കോസ്റ്റ് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കോസ്റ്റ് എന്ന് വെച്ചാ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന് കോസ്റ്റ് വെച്ചാ അത് ക്രിയേറ്റ് ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. ആ കോസ്റ്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഈ PPT-യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സർവീസസ് യൂസ്ഡ് ഓർ കൺസ്യൂംഡ്, എംപ്ലോയി ബെനിഫിറ്റ്, ലീഗൽ റൈറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ചില കോസ്റ്റ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കോസ്റ്റ് ഉൾപ്പെടുത്തൂല, അതവിടെ കാണിച്ചിട്ടുണ്ട്. സെല്ലിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ ജനറൽ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ, അതുപോലെ ഐഡന്റിഫൈഡ് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് ഇനീഷ്യൽ ഓപ്പറേറ്റീവ് ലോസസ് incurred before the asset achieves planned performance, expenditure on training staff to operate the asset, ഇതൊക്കെ ഇതൊന്നും ഉൾപ്പെടുത്തില്ല. അപ്പൊ ഇവിടെ 52 മുതലൊക്കെ 67 വരെയുള്ള പാരഗ്രാഫ് അവസാനിപ്പിക്കുക. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക. അതിന് മുന്നേ ഒന്നും കൂടി ജസ്റ്റ് അതിന് സമ്മറൈസ് ചെയ്യുക. ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ അസറ്റ് അംഗീകരിക്കണം വെച്ചാൽ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെ? അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് സ്ഥാപനത്തിന് കാണിക്കാൻ പറ്റണം. ഡെവലപ്മെന്റ് സ്റ്റേജ് ആണെന്ന് കാണിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്, ABCDEF. ആ കാര്യങ്ങളൊക്കെ സ്ഥാപനത്തിന് കാണിക്കാൻ പറ്റണം. അപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണെന്ന് കാണിക്കാൻ പറ്റും. അതിന്റെ കൂടെ അതിന്റെ കോസ്റ്റ് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. അതൊന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടായാലാണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ ബാലൻസ് ഷീറ്റില് എന്നാണോ ആ ഡെവലപ്മെന്റ് സ്റ്റേജ് ആരംഭിച്ച് അന്ന് മുതൽക്ക് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ ഇതിന്റെ ബാക്കിയുള്ള.